ഹലോ, എല്ലാവർക്കും ഡിസ്നി ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നിപ്പോൾ ദിയ കൃഷ്ണയുടെ OCയുടെ ഡെലിവറി വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. കാരണം ആ വീഡിയോ കണ്ട ശേഷം എനിക്ക് വല്ലാതെ ടച്ച് ആയത്. ചിലപ്പോൾ ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി നാട്ടിലായിരുന്നു, കാസർഗോഡ്. ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ഡെലിവറി ജർമ്മനിയിലായിരുന്നു. രണ്ടും തമ്മിൽ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ഈ സിസ്റ്റം മാറേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഇന്നലത്തെ OCയുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഞാൻ കണ്ടു. അതിൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു. അതായത് ഇവൾ ആദ്യമായിട്ടാണോ, എന്താ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ നീയാണ് ആദ്യമായിട്ട് പ്രസവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് കമൻസ്. ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഞാനതിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇപ്പോൾ എന്താ പറയുക, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അതായത് നാട്ടിൽ എനിക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. മീൻസ് ലേബർ റൂമിൽ ഞാൻ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഈ സ്യൂട്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിലിപ്പോൾ ഏത് സാധാരണക്കാരെ എടുത്താലും അവർ സാധാരണ, അതായത് ബൈസ്റ്റാൻഡറൊക്കെ ഇല്ലാതെയുള്ള ഡെലിവറിയാണ് കൂടുതലും നടക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എടുത്താൽ ഇവിടെ ഏത് ആൾക്കാർക്കായാലും ബൈസ്റ്റാൻഡറെ, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് ലേബർ റൂമിലേക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം. ഡെലിവറി ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാകും സപ്പോർട്ടിന്. നേരെ മറിച്ച് ഇവിടെ നാട്ടിൽ നോക്കുമ്പോൾ എൻ്റെ കൂടെ ബൈസ്റ്റാൻഡറൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും പണ്ടെന്ന് പറയുമ്പോൾ ഒരു സൂചി വെക്കുന്ന പോലും ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അതായത് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ വാക്സിൻ എടുക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ എന്നിട്ട് കൂടി പെയിൻ വരുന്ന ടൈമിൽ എന്നെ ഒറ്റയ്ക്കായിരുന്നു ലേബർ റൂമിലേക്ക് കയറ്റി വിട്ടത്. അവിടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും നേഴ്സായാലും ഇവർ ഡെയിലി ഒരുപാട് ഡെലിവറി ഇങ്ങനെ പ്രസവം ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസവം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സംഭവം, അവരുടെ ഫസ്റ്റ് ഇതൊന്നും അല്ലല്ലോ, കാണുന്നതല്ലല്ലോ. പക്ഷെ നമ്മൾക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവരെന്ന് വെച്ചാൽ ഇത് ഒരു കൂൾ തിങ്ങായി ഇങ്ങനെ വിടുന്നു അങ്ങനെ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അത്ര പറ്റിയെന്ന് വരില്ല. ഇപ്പം എൻ്റെ കേസിൽ ഭയങ്കര മോശമായിരുന്നു എനിക്കുള്ള എക്സ്പീരിയൻസ്. അവിടെയുള്ള നേഴ്സായാലും അവരുടെ ഒന്നും സപ്പോർട്ട് എനിക്ക് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഡ്യൂട്ടിയൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അവർ എന്ന് വെച്ച്. നമുക്കിപ്പോൾ ഇങ്ങനെ പെയിൻ വന്നിങ്ങനെ ഭയങ്കര സങ്കടമാവുന്ന ടൈമിൽ, അതിപ്പോൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം പെയിൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സപ്പോർട്ടിന്, നമുക്കൊരു കൈ പിടിക്കാൻ വേണ്ടി ഒരു നേഴ്സിനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ അവിടെ പോയി ഒരു നേഴ്സിനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ അവരെൻ്റെ കൈ തട്ടി മാറ്റി അവിടെയുള്ള ബെഡിൻ്റെ സൈഡിലൊരു ഇരുമ്പുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഹാൻഡിലിന് എൻ്റെ കൈ പിടിച്ചു വെച്ചു. ഈ ഇരുമ്പിൻ്റെ ഹാൻഡിലിൽ വെക്കുമ്പോൾ എനിക്കത് ഒരു സോഫ്റ്റ് ടോയോ മറ്റാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ ഇവിടെയൊക്കെ കാണാറുണ്ട് സോഫ്റ്റ് ടോയ് പിടിച്ച് നമ്മൾ സമാധാനിക്കുന്നത്. അതുപോലെ സോഫ്റ്റ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഒരു ഇരുമ്പിൻ്റെ തണ്ട് തന്ന് ഇതിനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം ഹേർട്ടാവുന്ന ആ ഒരു സിറ്റുവേഷനിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ തീരെ സപ്പോർട്ടിലായിരുന്നു എനിക്കവിടെ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ OC കരയുന്ന ടൈമിൽ അവളുടെ അമ്മ, സിസ്റ്റേഴ്സ്, ഹസ്ബൻഡ് എല്ലാവരും ഇങ്ങനെ കോമഡി പറഞ്ഞും അതായത് എന്താ മോട്ടിവേറ്റ് ചെയ്തും അങ്ങനെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ആവശ്യമുള്ളൊരു ടൈമാണത്. നമുക്ക് ഇമോഷണലി എത്രമാത്രം സപ്പോർട്ട് വേണമെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു സപ്പോർട്ട് എനിക്ക് അവിടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ ജർമ്മനിയല്ല പുറം രാജ്യത്തൊക്കെ ഡെലിവറി ടൈമിൽ പാർട്ട്നേഴ്സിന് ഒന്നിച്ച് അകത്തോട്ട് കയറാം. അത് ഇന്ത്യയിലും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ റിച്ച് ആയിട്ടുള്ളവർക്കല്ലാതെ സാധാരണക്കാർക്ക് കൂടി ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിന് അകത്തോട്ട് വരാം, ഹസ്ബൻഡ് അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അകത്തോട്ട് വരാം നമ്മുടെ കൂടെ. നേരെ മറിച്ച് കുട്ടികൾക്ക് പറ്റില്ല. അപ്പം അങ്ങനെ അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി അത് കുറച്ച് കൂടുതൽ തന്നെയാണ്. നമുക്കതിനുള്ള ഡെലിവറി ടൈമിൽ ആ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ വന്നാലുള്ള ഗുണം ഒന്ന്, നമ്മൾ
ഫുൾ വയറും വെച്ച് ഡെലിവറി റൂമിൽ കയറുന്നു, ഒരു കുട്ടീനെ പുറത്തു കൊണ്ടിരുന്നു. ഇതാണ് നാട്ടിൽ നടക്കുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡ് അടുത്തുണ്ടാവണമെന്നേ ഇല്ല ചില സിറ്റുവേഷൻസിലൊക്കെ. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ 7th മന്ത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിലാണ് പോയി നോക്കുക. അതായത് അമ്മയൊക്കെയാണ് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഈ ആണുങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക് ഇവർക്ക് അറിയുന്നില്ല എന്താണ് അകത്ത് സംഭവിക്കുന്നതെന്നോ. വയറുമായി പോകുന്നു, കുട്ടി പുറത്തു വരുന്നു. ആ സിറ്റുവേഷൻ മാറണം. കാരണം അവർ കൂടി അറിയണം നമ്മൾ എത്രമാത്രം പെയിൻ അനുഭവിച്ചാണ് ഈ ഡെലിവറിയുടെ സമയത്ത് നിൽക്കുന്നതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൂടി കിട്ടണം. അത് കിട്ടുന്നത് ഒരു ബോണ്ട്, ഹസ്ബൻഡ് വൈഫ് ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടി കൂടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. ഒന്ന്, ഹസ്ബൻഡ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെ നമ്മുടെ ഹോസ്പിറ്റലിൽ ലേബർ റൂമിലേക്ക് കയറ്റി വിടാനുള്ള ഒരു സിസ്റ്റം, ആ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലും ഉള്ള ഹോസ്പിറ്റൽസൊക്കെ കൊണ്ടുവരണം. അതാണ് ഫസ്റ്റത്തെ കാര്യം. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നോട് പറയുമോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ OC ഇതിൻ്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിട്ടത് അതൊരിക്കലും നെഗറ്റീവായിട്ട് കാണാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പേഴ്സണലി ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നവർ എന്തിനാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇത് ഈ ഡെലിവറി സംഭവങ്ങളൊന്നും അറിയാത്ത ആണുങ്ങളായാലും അല്ലെങ്കിൽ കുറച്ച് പ്രായപൂർത്തിയായ കല്യാണത്തിലേക്ക് പോകുന്നവരായാലും പ്രസവിക്കുന്നവരായാലും കാണേണ്ട ഒരു സംഭവമല്ലേ. അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിയാൽ അത് കാണേണ്ടതാണ്. ആൾക്കാർ അറിയണം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു അവയർനെസ് ആൾക്കാരിൽ ഉണ്ടാവണം, ഒരു പോസിറ്റീവ് സൈഡ്. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ അതിൽ അവളുടെ ചെറിയ സിസ്റ്റർ അടക്കം ലേബർ റൂമിൽ കയറിയിട്ടുണ്ടായത്. അതെനിക്കറിയില്ല എത്രമാത്രം അത് ഒരു ട്രോമ പോലെ ഉണ്ടാവുമോ അറിയില്ല. ചിലപ്പോൾ അതൊരു പേടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ചെറിയൊരു തോന്നൽ. അതിപ്പോൾ അവർ അത്രമാത്രം അവരുടെ മൈൻഡ് അത്രമാത്രം സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഇതിപ്പോൾ ആണുങ്ങളായാലും ലേബർ റൂമിൽ കയറുന്ന ആണുങ്ങളായാലും സ്ട്രോങ് അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു ട്രോമ പോലെ ചിലപ്പോൾ അകത്തുണ്ടായി ചിലപ്പോൾ പിന്നീടുള്ള അവരുടെ ബന്ധത്തിൽ ചിലപ്പോൾ വിള്ളലുണ്ടാവാം, അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുറച്ച് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത് ഹസ്ബൻഡ് ആയാലോ അല്ലെങ്കിൽ അമ്മയായാലോ ആരെങ്കിലും ഒരാൾ സപ്പോർട്ടിന് ലേബർ റൂമിലേക്ക് കയറ്റി വിടണം എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ OC ചെയ്ത പോലെ ഇങ്ങനെയുള്ള വീഡിയോസ് വന്നാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. എന്തിനാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നത്? നല്ലൊരു കൊച്ചിനെ കിട്ടി, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കൂടി കാണാൻ പറ്റി, ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ബാക്കിയുള്ള അറിയാത്തവർ കൂടി അറിയാൻ പറ്റി എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് കൂടി കാണുക. അത് 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുകൂടി ആലോചിക്കുക, വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കണ്ടു, എനിക്ക് തോന്നുന്നു ഒരു 40 ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു എന്ന്. ട്രെൻഡിൽ നിൽക്കുന്ന വീഡിയോ അല്ലേ. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ വേണ്ടി വരാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു. ബൈ.